ഹായ് ഹലോ ഗായ്സ് നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഒരു വെറൈറ്റി മാളിക്ക് വന്നിക്കാണ്. മാൾ ഓഫ് മസ്കറ്റ് മൊബൈല. ഓക്കെ, ഒരു ചെറിയൊരു മീറ്റിംഗ് ആവശ്യത്തിന് വേണ്ടി വന്നാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് മെക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. ഏ, കാണാനില്ല, അവിടെ അവിടെ എവിടെയോ ഉണ്ട്. മെക്ഡൊണാൾഡ്സ് ഒരു സോഫ്റ്റിങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാളത്തെ ഒരു പ്രത്യേക സംഭവം ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. കാര്യം അധികം ഇവിടെ മാളിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമല്ല. ഏഹ് അപ്പോ അത് ഞാൻ കാണിച്ചുതരാം. ഒരു നീണ്ട നിരയില് എന്താ സംഭവം എന്ന് എന്താ പറയുന്നതിന് എനിക്കറിയില്ല, എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നല്ല അടിപൊളിയാ. പരിപാടി കാണാൻ നല്ല ഭംഗിയാ. രാവിലെ ആയാലും ഉച്ചക്കായാലും ഒരു ഇരുട്ട് മൂടിയ ഒരു അവസ്ഥയാണ്. അപ്പൊ കാണാൻ തന്നെ ഇവിടുന്ന് തൊട്ടപ്പുറ ഞാൻ ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞു ഒക്കെ കാണിച്ചുതരാം. ഫുഡ് കോർട്ടിലാണ് ഇരിക്കുന്നത്. മേലൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഏഹ് എന്താ വൈബ്. ഫുള്ള് കൊടകളൊക്കെ ചാർത്തിയിട്ട് ഒരു വെറൈറ്റി ഒരു അപ്പിയറൻസ്. ഏഹ് അവിടെ പിന്നെ എല്ലാ മാളിലുള്ള പോലെ ഒരു എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പോട്ട് ഉണ്ട്. ഫാബി ലാൻഡ് പറഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് ഇവിടെ കാര്യമായിട്ട്. സ്ക്രീൻ ചെയ്യാനുള്ള സ്പേസ്. എന്റെ മോനെ ഫൈനലൊക്കെ ഇവിടെ വന്ന് കാണണം. അർജന്റീന വേഴ്സസ് സ്പെയിൻ. നിങ്ങൾ ഏതാ ടീം? ഞാൻ അർജന്റീനയാണ്. ഫൈനലിൽ അർജന്റീന ജയിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ നിങ്ങളുടെ അവസ്ഥ? ഏത് ജയിച്ചാലും ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. ഏഹ് എന്താ, ബാഴ്സ ഫാനാണ് ഞാൻ. അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റപ്പ് ആണ്. നമ്മൾ ഇനി നേരെ പോകാൻ പോണത് എങ്ങോട്ടാന്ന് കാണിച്ചു തരാം. ഒരു മാളിന്റെ ഉള്ളിലാണ്. മറ്റേ ഓൾഡ് ഒരു ബ്രിട്ടീഷ് സിറ്റി പോലെ, സ്ട്രീറ്റ് പോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ രാമോജി ഫിലിം സിറ്റിയിലൊക്കെ കാണും ഇമാതിരി പരിപാടികൾ. സെറ്റ് ഇട്ട പോലെ ഓരോ സെറ്റ് ഓരോ കടയിൽ നിന്ന് മാത്രം കണ്ടാ. അഡ്വഞ്ചർ വേൾഡ്, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാതും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോഴും ഓപ്പൺ ആയി തുടങ്ങണേ ഉള്ളൂ. ഇപ്പൊ 2-3 മാസം വന്നപ്പോൾ ഇത് അവസ്ഥയായിരുന്നു. എല്ലാം ഓപ്പൺ ആയി തുടങ്ങണേ ഉള്ളൂ. രണ്ട് സൈഡിലും ഉണ്ടേ. കണ്ടോ? നിങ്ങൾ ആരൊക്കെ വൺ പീസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഓരോ വീടുകളും സ്ട്രീറ്റുകളും. അവരുടെ വില്ലേജൊക്കെ കാണാൻ ഓൾമോസ്റ്റ് ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടു പരിചയമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും. കാണാൻ ഒരു വൈബാ. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഓപ്പണിംഗ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്നല്ല, കുറെ. എന്താ ഏഷ്യൻ ബിസ്ട്രോ, പിന്നെ എന്താ പറയാ കാസ്പാസ്, അതൊന്നും ഞാൻ കേട്ടിട്ടില്ല വേറെ കാര്യം. പക്ഷെ കുറെ എണ്ണം ഓപ്പൺ ആക്കാൻ വേണ്ടി വരിക. അത് വൈബായിരിക്കും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിന്റെ ഉള്ളിൽ ഓരോ റെസ്റ്റോറൻറ്റ്സ് രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു സ്ട്രീറ്റ് കൂടെ നടക്കണ വൈബായിരിക്കും ഇത് കൂടെ ഫുള്ള് കിട്ടുക. പിന്നെ സൈഡിലൊക്കെ നോക്ക്. ഇങ്ങനെ നോക്കി അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നോക്കിയത് എന്താ തോന്നുക, ഒരു സ്ട്രീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുള്ളൂ. ആരും കാണാൻ പറ്റില്ല ആ ഒരു വഴി കൂടെ. എന്താ കാരണം അറിയോ? എൻട്രൻസ് ഒക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരുവിധ എൻട്രൻസ് അടച്ചു വെച്ചിരിക്കുക. ഞാൻ കാണിക്കാൻ നേരം എൻട്രൻസ് ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നു. അടിപൊളി. ഇതാ കണ്ടോ, ഇവിടത്തൊക്കെ എൻട്രൻസ് അടച്ചു വെച്ചിരിക്കാട്ടോ. നമുക്ക് ആ ഭാഗത്തേക്ക് കയറാൻ പറ്റും. ഏഹ് നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ കയറി കാണിച്ചു തരാം. ഇനി പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ കയറി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ബാക്കിലോട്ട് ഫുള്ള് സ്ട്രീറ്റ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. കാണാം നല്ല അടിപൊളിയായിട്ടില്ലേ. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു വൈബും മനസ്സിലാവുള്ളൂ. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ വേറെ ഒരു മാളിൻ്റെ ഉള്ള സെറ്റപ്പാന്ന് വിളിക്കണം. അതൊക്കെ നൈറ്റ് ആകുമ്പോൾ ഈ ലൈറ്റും കൂടി കണ്ട് ഇടും കുറച്ച് കഴിഞ്ഞാൽ. നൈറ്റ് ആകുമ്പോൾ എസ്പെഷ്യലി ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് പൂളിയാക്കും. നല്ല വൈബ് തന്നെ. പക്ഷെ എന്താ പ്രശ്നം അറിയാം, ഇടയ്ക്ക് ആ ലൈറ്റ് കാരണോണ്ട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടോ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ. ഏഹ് കാണാൻ എല്ലാം കൊണ്ടും അടിപൊളിയാ. ഇനിയുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മ്യൂസിക് പാടുന്ന നമ്മുടെ ഈ ഗാനഗന്ധർവന്മാരെ നോക്കിയാ. അവിടെ പാട്ടും പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്. നോക്കിയേ, പരിപാടി സെറ്റപ്പ് ആയില്ലേ. അതേപോലെ ഇവിടെ ഇരുന്നിട്ടൊക്കെ പിക്ക് എടുക്കുക, പൊളിയായിരിക്കും. നൈസ് വൈബ്. ഏത് നമ്മളെല്ലാം സ്പോട്ടിൽ വന്ന് വീഡിയോ എടുക്കണ പോലെ ഉണ്ടാവും. നൈസ്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതങ്ങോട്ട് ഒറ്റ സ്ട്രീറ്റ് പോലെ മേലൊക്കെ അടച്ചു വെച്ചിട്ടാണ് AC പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട്. എന്റെ മോനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യം പറയണേ. ഇതിന്റെ പേരൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇതിന്റെ എന്താ പേര് പറയാന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതാണ് അപ്പൊ അവസ്ഥ. ആകെ എത്ര പറയാ, ഒരു കുറച്ച് ദൂരം ഉള്ളത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മള് ഹ്യൂമൻസിന് മാക്സിമം കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. ഇവിടെ അല്ലെങ്കിൽ അട്രാക്ഷൻസ് കുറവാണ്. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ് ഒമാനിൽ കൂടുതലുള്ളത്. നാച്ചുറൽ അട്രാക്ഷൻസിന് പുറമെ ഇവിടെയുള്ള സംഭവങ്ങൾ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവം കിട്ടിയാൽ പൊളിയായിരിക്കും, നൈസ് ആയിരിക്കും. അവിടെ വരവ് സിനിമയുടെ ടീസർ ആവുന്നുണ്ട്, ട്രെയിലർ കാണിച്ചുകൊണ്ടിരിക്കട്ടാ. അവിടെ ഒരു സ്ക്രീനിൽ വരവ് സിനിമയുടെ ട്രെയിലർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലം ഇതിപ്പോ ഇറങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഷോപ്പൊന്നുമില്ല.
ഓക്കെ, ഇതിലൊരു ഷോപ്പ് ഒന്ന് ഒരു അഡ്വഞ്ചർ ഹൗസ് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ ഓരോന്നും ഓരോ ഷോപ്പാണെങ്കിൽ എല്ലാതും ഒരു റൂമാട്ടോ, ഒരു ഷോപ്പിനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ മേ ബി ഇവിടെ ആൾക്കാർ നല്ലോണം വരും. ഇതിപ്പോ എന്താ പറയാ, ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു പാത്ത് വേ അത്രേ ഉള്ളൂ. പിന്നെ പോരാത്തിന് സമയം ഉച്ച 11:30ആണ്, അത് വേറെ കാര്യം. ഈവനിങ് ആകുമ്പോൾ ഇത്തിരി കൂടി ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ അധികം ആരും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്ഥല സ്പേസ് യൂട്ടിലൈസ് ആക്കണ കണ്ടിട്ടില്ല. കാര്യം ഒന്നാമത് എൻട്രൻസ് ഇല്ല മിക്കയിലേക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം മേ ബി ഇതന്നെ, ഇവിടെ കടകളൊക്കെ വരിക ഈ ഒരു ഭാഗം നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇങ്ങനെ കത്തി നിൽക്കും. നല്ല ഇത്തിരി കൂടി ആൾക്കാർ വരാൻ തുടങ്ങും. ഓക്കെ, ഭയങ്കര രസമുണ്ട്. എന്റെ കണ്ണ് എപ്പോഴും അവിടെ വരവിന്റെ ട്രെയിലർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സും അതിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. എന്താണോ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പോയാലോ പോയാലോ എന്നുണ്ട്, പക്ഷെ വേണ്ട, കൺട്രോളിങ് മൈസെൽഫ്. അപ്പൊ ശരി, മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം.